സോ നമ്മൾ ആലൊക്കേഷൻ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആലൊക്കേഷൻ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. The direct access nature of the disk allows flexibility in the implementation of files. നമുക്ക് ഡെസ്കിൽ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാരണത്താൽ നമുക്ക് ഒത്തിരി അധികം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇൻ അലോക്കേറ്റിംഗ് ദ ഫയൽസ്. ഇൻ ഓൾമോസ്റ്റ് എവറി കേസ് മെനി ഫയൽസ് ആർ സ്റ്റോർഡ് ഇൻ ദ സെയിം ഡിസ്ക്. മിക്ക സമയത്തും എല്ലാ ഫയൽസും ഒരു ഡിസ്കിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ദ മെയിൻ പ്രോബ്ലം ഇസ് ഹൗ ടു അലോക്കേറ്റ് spaces to these files so that disk space is utilized effectively and files can be accessed quickly. അതായത് അപ്പം ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഒരു ഫയലിനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം. അത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ് using the three allocating methods, which is contiguous, linked and in-text. Okay, so and നമ്മൾ തുടങ്ങാണ് കോണ്ടിഗ്യൂസ് അലൊക്കേഷൻ. Contiguous allocation requires that each file occupy a set of contiguous blocks on the disk. അതായത് നമ്മളൊരു ഫയലിനെ ലോജിക്കലി ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് അതിനെ നമ്മൾ ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അത് ഓരോ ബ്ലോക്കായിട്ട് സ്റ്റോർ ചെയ്യും, കോണ്ടിഗ്യൂസ് ബ്ലോക്കായിട്ട് സ്റ്റോർ ചെയ്യും. കോണ്ടിഗ്യൂസ് അലൊക്കേഷൻ റിക്വയർസ് ദാറ്റ് ഈച്ച് ഫയൽ occupies the contiguous blocks in the disk on the disk. So disk address define a linear ordering on the disk. So ഇവിടെ ഡിസ്ക് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു ലീനിയർ ഫാഷനിലാണ്, അല്ലേ, ലീനിയർ ഓർഡറിങ് ഓൺ ദ ഡിസ്ക് ആണ്. With this ordering, assume that only one job is accessed in the disk. Accessing block B plus 1 after block B normally requires no head movement. അപ്പോൾ പ്രത്യേകിച്ചൊരു ഹെഡ് മൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകുമ്പോൾ മാത്രമുള്ള ഒരു മൂവ്മെൻറ്റ് ആവശ്യം. അല്ലാതെ നമുക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് പോകാനായിട്ട് ദർ ഈസ് നോ ഹെഡ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, ദർ ഈസ് നോ ഹെഡ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് നോ ഹെഡ് മൂവ്മെൻറ്റ്സ് ആണ്. സോ വെൻ ഹെഡ് മൂവ്മെൻറ്റ് ഇസ് നീഡഡ്, അപ്പം എപ്പോഴാണ് ഹെഡ് മൂവ്മെൻറ്റ് ആവശ്യം? ഒരു ലാസ്റ്റ് സെക്ടർ ഓഫ് ദ സിലിണ്ടറിൽ നിന്നൊരു ഫസ്റ്റ് സെക്ടർ ഓഫ് ദ നെക്സ്റ്റ് സിലിണ്ടറിലേക്ക് പോകാൻ, അതായത് ഒരു ട്രാക്കിൽ നിന്ന് വേറെ ട്രാക്കിൽ പോകാൻ വേണ്ടി മാത്രമേ നമുക്ക് ഹെഡ് മൂവ്മെൻറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. Thus, the number of disk seeks required for accessing the contiguously allocated files is minimum. അപ്പോൾ എന്താണ് ഇവിടെ ഹെഡ് മൂവ്മെൻറ്റ്സ് കുറവാണ്. ഹെഡ് മൂവ്മെൻറ്റ്സ് കുറവാകുമ്പോൾ എന്ത് പറ്റും? നമുക്കാണെങ്കിൽ ഇങ്ങനെ നമുക്കെന്താണ് ഈ സീക്ക് ടൈം ഉണ്ടല്ലോ, ദ ഡിസ്ക് സീക്ക് റിക്വയർഡ് ഫോർ ആക്സസിങ് കോണ്ടിഗ്യൂസ്ലി അലോക്കേറ്റഡ് ഫയൽസ് ഇസ് മിനിമൽ. അപ്പോൾ ഡിസ്ക് സീക്സും മിനിമലാണ്. ഓക്കെ, അടുത്ത പറയുന്നത് IBM ആൾക്കാരൊക്കെ IBM സോഫ്റ്റ്വെയർസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് അലൊക്കേഷൻ മെത്തേഡാണ്. ആൻഡ് ദിസ് ഈസ് എ ഗുഡ് പെർഫോമൻസ് അലൊക്കേഷൻ മെത്തേഡ്. കോണ്ടിഗ്യൂസ് allocation of a file is defined by the disk address and length of the first block of the file is n blocks along and starts at location B, then it occupies B. അങ്ങനെ അതായത് ഓരോരോ ബ്ലോക്കായിട്ട് പോകുന്നതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ നോക്കുക, നമ്മുടെ ഡയറക്ടറി എൻട്രി നോക്കുക. നമ്മുടെ ഡയറക്ടറി എൻട്രി ഫോർ ഈച്ച് ഫയൽ ഇൻഡിക്കേറ്റ്സ് ദ അഡ്രസ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് ബ്ലോക്ക്. നമുക്കിപ്പോൾ ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിൻ്റെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൻ്റെ അഡ്രസ്സും ഉണ്ടായിരിക്കും, ആൻഡ് ദ ലെങ്ത്ത്. ഓക്കെ, ചില സമയത്ത് ബ്ലോക്സ് ഏതൊക്കെയാണെന്ന് കൂടെ പറഞ്ഞേക്കും, അത് നോക്കണ്ട. സോ ഫയൽസ് സ്റ്റാർട്ടിങ് ആൻഡ് ദ ലെങ്ത്ത് ഓഫ് ദ ഫയൽസ് വിൽ ബി ഗിവൺ. സോ നമ്മുടെ ഫയൽ നെയിംസ് ഷുഡ് ബി സ്പെസിഫൈഡ് ഹിയർ, ആൻഡ് ദ സ്റ്റാർട്ട് അഡ്രസ്സ് ഇപ്പോൾ 0-ൽ നിന്നാണെങ്കിൽ 4-ൽ നിന്നാണെങ്കിൽ 5, അതൊക്കെ സ്റ്റാർട്ടാണ്. പിന്നെ ലെങ്ത്ത്, അതായത് എത്ര വരെ പോകണം, എത്ര ബ്ലോക്സ് വേണം, അതായിരിക്കും പറയുന്നത്. So accessing a file that has been allocated contiguously is easy. Being allocated contiguously is easy. For sequential access, the file system so നമ്മൾ sequential access നോക്കുകയാണെങ്കിൽ ഫയൽ സിസ്റ്റം റിമെമ്പേഴ്സ് ദ ഡിസ്ക് അഡ്രസ് ഓഫ് ദ പ്രീവിയസ് വൺ. മുമ്പത്തേൻ്റെ അറിയായിരിക്കും, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് തന്നെ ചെയ്യാൻ പറ്റും. സോ റിമെമ്പേഴ്സ് ദ ഡിസ്ക് അഡ്രസ് ഓഫ് ദ ലാസ്റ്റ് ബ്ലോക്ക്.
റെഫറൻസ്ഡ് ആൻഡ് റീഡ്സ് ദ നെക്സ്റ്റ് ബ്ലോക്ക്. അപ്പോൾ അങ്ങനെ അടുത്തടുത്ത ബ്ലോക്കിലേക്ക് അങ്ങനെ പോകാൻ പറ്റും. സോ സീക്വൻഷ്യലായിട്ട് ആക്സസിങ് ഇവിടെ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ആണ്. ഡയറക്റ്റ് ആക്സസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് ഐനെ നമ്മൾ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്തെങ്കിൽ അടുത്ത ബ്ലോക്കിലേക്ക് പോകാൻ B+I ചെയ്താൽ മതി. സോ ഡയറക്റ്റ് ആക്സസ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദസ് സീക്വൻഷ്യൽ ആക്സസും പറ്റും, ഇവിടെ ഡയറക്റ്റ് ആക്സസും പറ്റും. മനസ്സിലായോ? ദസ് ബോത്ത് ദ സീക്വൻഷ്യൽ ആൻഡ് ദ ഡയറക്റ്റ് ആക്സസ് ക്യാൻ ബി സപ്പോർട്ടഡ് ബൈ ദ കോണ്ടിഗ്യുവസ് ആലോക്കേഷൻ. കോണ്ടിഗ്യുവസ് ആലോക്കേഷൻ ഹാസ് സം പ്രോബ്ലംസ് ഹൗഎവർ. സോ പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കോണ്ടിഗ്യുവസ് ആലോക്കേഷന് പ്രോബ്ലംസും ഉണ്ട്. അതായത് സിസ്റ്റം ചോസൻ ടു മാനേജ് ദ free space determine how this task is accomplished. Any management system can be used, but some are slower than the others. ഏതൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ചിലതെന്ന് പറയുന്നത് മറ്റൊന്നിനെക്കാട്ടിലും സ്ലോവർ ആയിരിക്കും. The contiguous allocation problem can be seen as a particular allocation for general dynamic storage. Best fit and the first fit are the most common strategies used to select a free hole from the set of available holes. Simulations have shown that both first fit and best fit are the most efficient than worst fit in terms of both time and storage utilization. Neither first fit nor best fit is clearly best in terms of storage utilization, but first fit is generally fast. First fit generally faster ആണെന്ന് പറയും. സോ അതിനെക്കാട്ടിലപ്പുറം നമുക്ക് അടുത്താണ് നോക്കുന്നത്. അതായത് ഓൾ ദീസ് ആൽഗോറിതംസ് സഫർ external fragmentation as files are allocated and deleted. നമ്മളാണെങ്കിൽ ഫയലിനെ അലോക്കേറ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫ്രീ ഡിസ്ക് സ്പേസസ് കാണും. അപ്പോൾ ഫ്രീ ഡിസ്ക് സ്പേസസ് ബ്രോക്കൺ ഇൻ ടു ലിറ്റിൽ പീസസ്. അപ്പോൾ അത് ബ്രോക്കൺ ഇൻ ടു ചങ്ക്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എപ്പോഴൊക്കെയാണ് എക്സിസ്റ്റ് ആവുന്നത്? ഈ ഒരു ഫ്രീ സ്പേസ് ബ്രോക്കൺ ഇൻ ടു ചങ്ക്സ് ആകുമ്പോഴാണ്. Okay, it becomes a problem when the largest contiguous chunk is inefficient for a request. അതായത് ഇതൊരു പ്രോബ്ലം ആവുന്നത് ഈ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു ചങ്ക് പോലും ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ, ഒരു റിക്വസ്റ്റിന് ഇൻസഫിഷ്യൻ്റ് ആണെങ്കിലാണ് ഇതൊരു പ്രോബ്ലം ആവുന്നത്. സ്റ്റോറേജ് ഇസ് ഫ്രാഗ്മെൻറ്റഡ് ഇൻടു നമ്പർ ഓഫ് ഹോൾസ്, നോ വൺ ഓഫ് വിച്ച് ഇസ് ലാർജ് ഇനഫ്. അപ്പം നമ്മുടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം ഹോൾസ് ഉണ്ട്, പക്ഷേ അതിലൊന്നും നമുക്ക് ലാർജസ്റ്റ് ഹോള് പോലും നമുക്കവിടെ ഒരു ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താണ്, depending on the total amount of disk storage and the average file size, external fragmentations storage is fragmented into number of holes. No one is large enough to store the data. Depending on the total amount of disk storage and average file size, external fragmentation may be നമ്മളാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിസ്ക് നോക്കിയിട്ടും ആൻഡ് ആവറേജ് ഫയൽ സൈസ് നോക്കിയിട്ടും എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ നമുക്ക് മൈനറായിട്ടോ മേജറായിട്ടോ പ്രോബ്ലമായിട്ട് കണക്കാക്കാം. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഓഫ് ദി ഡിസ്ക് സ്റ്റോറേജ് ആൻഡ് ദ ആവറേജ് ഫയൽ സൈസും നമ്മുടെ സ്റ്റോറേജ് സൈസും കൂടെ നോക്കിയിട്ട് നമുക്കവിടെ അത് മേജർ പ്രോബ്ലമാണോ മൈനർ പ്രോബ്ലമാണോ എന്ന് പറയാം. സം ഓൾഡ് PCs systems use the contiguous allocation on floppy disk. അപ്പോൾ കണ്ടിഗ്യൂസ് അലൊക്കേഷന് പണ്ടത്തെ PCകളൊക്കെ ഫ്ലോപ്പി ഡിസ്കിലാണ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക് സ്പേസസ് ടു എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പം ഈ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ദ യൂസർ ഹാഡ് ടു റൺ എ റീപാക്കിംഗ് റൂട്ടീൻ. ഒരു റീപാക്കിംഗ് റൂട്ടീൻ, അത് ഞാൻ പറയാം എന്താണ് ആ റീപാക്കിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. ഒരു റീപാക്കിംഗ് റൂട്ടീൻ റൺ ചെയ്യും. ദാറ്റ് കോപ്പീഡ് നമ്മുടെ ആ ഫയൽ സിസ്റ്റം എൻറ്റയർലി കോപ്പി ചെയ്ത് ഒരു ഫ്ലോപ്പി ഡിസ്കിലേക്കോ ഒരു ടേപ്പിലേക്ക് നമ്മൾ മാറ്റും. ദ ഒറിജിനൽ ഫ്ലോപ്പി ഡിസ്ക് വാസ് ദെൻ ഫ്രീഡ് കംപ്ലീറ്റ്ലി. എന്നിട്ട് നമ്മുടെ ശരിക്കുള്ള ഫ്ലോപ്പി ഡിസ്ക് ഒറിജിനൽ ഫ്ലോപ്പി ഡിസ്ക് നമ്മളാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ്ലി ഫ്രീഡാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് തന്നെ ഫ്രീഡായിരിക്കണം. ക്രിയേറ്റിംഗ് വൺ ലാർജ് കോണ്ടിഗ്യുവസ് ഫ്രീ സ്പേസ്. അപ്പോൾ എന്താണ്, ഒരു ഭയങ്കര വലിയ ലാർജായിട്ടൊരു കോണ്ടിഗ്യുവസ് ഫ്രീ സ്പേസ് ഉണ്ടാക്കും. ദ റുട്ടീൻ ദെൻ കോപ്പീഡ് ദ ഫയൽസ് ബാക്ക് ഓൺ ടു ദ ഫ്ലോപ്പി ഡിസ്ക് ബൈ അലോക്കേറ്റിംഗ് കോണ്ടിഗ്യുവസ് സ്പേസ് ഫ്രം ദിസ് വൺ ലാർജ് ഹോൾ. അങ്ങനെ ഒരു എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോമ്പാക്റ്റ് ഫോം ചെയ്യും. ഫ്രീ സ്പേസസ് ഇൻ ടു വൺ കോണ്ടിഗ്യുവസ് സ്പേസ്. ഒരു കോണ്ടിഗ്യുവസ് സ്പേസിനകത്ത് എല്ലാ ഫ്രീ സ്പേസും കൂടി വരും. ദാറ്റ് ഈസ് നോൺ ആസ് കോമ്പാക്ട്സ്. സോൾവിങ് ദ ഫ്രാഗ്മെൻറ്റേഷൻ പ്രോബ്ലംസ്. എല്ലാ ഫ്രീ സ്പേസും കൂടി ഒരു സ്പേസിലേക്ക് വരും.
all the free space into one contiguous space, which is known as compact. Okay, this cost of this compaction is very high. The time അതിനു വേണ്ടി എടുക്കുന്ന ടൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സിവിയർ ഫോർ ലാർജ് ഹാർഡ് ഡിസ്ക് സൈസ് കൂടുന്നവരും ഭയങ്കര പാടാണ്. Where compacting all the space may take hours and may be necessary on a weekly basis. Some systems require that this function be done offline with the file system unmounted. During this downtime, normal system operation generally cannot be permitted. So such compaction is avoided at all costs on product machines. Most modern systems that need defragmentation can perform it online during normal system operation, but the performance penalty can be substantial. അതായത് ഭയങ്കര പാടാണ് ഈ ഒരു കോമ്പാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാനായിട്ട്. Another problem with the contiguous allocation is determining how much space is needed for the file. എന്തുമാത്രം സ്പേസ് നമ്മുടെ ആ ഫയലിന് ആവശ്യമുണ്ടെന്നുള്ളതാണ് അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. When the file is created, the total amount of space it will need must be found and allocated. നമ്മളാണെങ്കിൽ ഫയൽ ക്രിയേറ്റ് ആവുന്ന സമയത്ത് തന്നെ എത്ര എമൗണ്ട് സ്പേസ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഹൗ ഡസ് ദ ക്രിയേറ്റർ നോ ദ സൈസ് ഓഫ് ദ ഫയൽ ടു ബി ക്രിയേറ്റ്? പക്ഷേ അതെങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര സൈസ് ഉണ്ടെന്ന്? ഇൻ സം കേസസ് ഡിറ്റർമിനേഷൻ മേ ബി ഫെയർലി സിമ്പിൾ. ഇൻ ജനറൽ ഹൗവർ സൈസ് ഓഫ് ദ ഔട്ട്പുട്ട് ഫയൽ മേ ബി ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ്. നമുക്ക് ഔട്ട്പുട്ട് ഫയലിന് സൈസ് നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാനായിട്ട്. എസ്പെഷ്യലി if you allocate too little space to a file, you may find the file cannot be extended, especially with the best fit allocation strategy. Space on both sides of the file may be in use. Hence, we cannot make the file larger in its place. Best fit എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്കൊരു ഫയലിനെ നമുക്ക് വലുതാക്കാൻ പറ്റത്തില്ല. Two possibilities exist. First, the user program can be terminated with the appropriate error message. അപ്പം ഒന്നെങ്കിൽ ആ പ്രോഗ്രാം നമുക്ക് എറർ മെസ്സേജ് കൊടുത്ത് അങ്ങ് ലീവ് ചെയ്യാം, അല്ലെങ്കിൽ the user must allocate more space and run the program again. അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് അലോക്കേറ്റ് ചെയ്ത് ആ പ്രോഗ്രാം റൺ ചെയ്യണം. These repeated runs may be costly. To prevent them, the user will normally overestimate the amount of space. അപ്പം ഈ ഒരു അതായത് അപ്പോൾ കൊണ്ടുപോയി നമ്മൾ ഇങ്ങനെ അപ്പോൾ പോയി അലോക്കേറ്റ് സ്പേസ് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ടു പ്രിവെൻറ്റ് ദം ദ യൂസർ വിൽ നോർമലി ഓവർ എസ്റ്റിമേറ്റ് നമ്മൾ എസ്റ്റിമേഷൻ കൂടുതൽ കൊടുക്കും. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് നീഡ് റിസൾട്ടിങ് ഇൻ കൺസിഡറബിൾ വേസ്റ്റഡ് സ്പേസ്. സോ ഒത്തിരി വേസ്റ്റ് സ്പേസ് അവിടെ കിടക്കും. ആൻഡ് റിലീസ് ഇൻ ദ പ്രീവിയസ് സ്പേസ്. ദിസ് സീരീസ് ഓഫ് ആക്ഷൻസ് ക്യാൻ ബി റിപ്പീറ്റഡ് ആസ് ലോങ് ആസ് എ സ്പേസ് എക്സിസ്റ്റ്, ഓൾദോ it can be time consuming. However, the user need never be informed explicitly about what is happening. The system continues despite the problem, although more and more slowly. Even if the total amount of space needed for the file is known in advance, pre-allocation may be inefficient. A file that grows slowly, അപ്പം ഒരു ഫയൽ പതുക്കെ വളരുന്ന ഫയലാണെങ്കിൽ അപ്പോഴത്തേക്ക് ആ സ്പേസ് അവിടെ കിടക്കുന്നത് വെറുതെ ആയിരിക്കും. അതാണ് ഒരു ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു, കോമ്പാക്ഷൻ യൂസേജ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അവിടെ ആ കിടക്കും കുറേ നാൾ. അതായത് പതുക്കെ ഗ്രോ ചെയ്യുന്ന ഫയലാണെങ്കിൽ അവിടെ ആ വേസ്റ്റേജ് ഓഫ് സ്പേസ് അവിടെ കിടക്കും. So must be even if the total amount of space needed for a file is known in advance, pre-allocation may be inefficient. A file that will grow slowly over a period of time must be allocated enough space for its final size, or even though much of that space will be unused for a long time. The file therefore has a large amount of internal fragmentation. To minimize these drawbacks, some operating system use a modified contiguous allocation. ഇതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഒരു കോണ്ടിഗ്യൂസ് ആയിട്ട്, ഇപ്പോൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഒരു കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള ഒരു മോഡിഫൈഡ് കോണ്ടിഗ്യൂസ് ആലോക്കേഷൻ സ്കീം പ്രൊഡ്യൂസ് ചെയ്തു. ഹിയർ എ കോണ്ടിഗ്യൂസ് ചങ്ക് ഓഫ് സ്പേസ് ഇസ് അലോക്കേറ്റഡ് ഇനീഷ്യലി. അപ്പോൾ ആദ്യം തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചങ്ക് ഓഫ് സ്പേസ് ഇസ് അലോക്കേറ്റഡ് ഇനീഷ്യലി. Then if that amount proves not to be large enough, another chunk of contiguous space known as extent is added. അതായത് ആദ്യം തന്നെ കുറേ കോണ്ടിഗ്യൂസ് ചങ്ക്സ് കൊടുക്കും. അതിപ്പോൾ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേറെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് ചങ്ക് യൂസ് ചെയ്യും. Okay, is added. The location of a files block is then recorded as a location and a block count plus a link. The location of a files block is then recorded as a location and block count plus a link to the first block of the next extending കൂടെ കാണുമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ലൊക്കേഷൻ ഓഫ് എ ഫയൽസ് ബ്ലോക്ക് ഇസ് ദെൻ റെക്കോർഡ് ആസ് എ ലൊക്കേഷൻ ആൻഡ് എ ബ്ലോക്ക് കൗണ്ടും കാണും.
ലൊക്കേഷനും കാണും പ്ലസ് ദ എക്സ്റ്റെൻഡ് സൈസും കാണും പ്ലസ് എ ലിങ്ക് ടു ദ ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് ദ നെക്സ്റ്റ് എക്സ്റ്റെൻഡ് കാണും. On some system, the owner of the file can set the extent size, but this setting resulting in inefficiency if the owner is incorrect. Internal fragmentation can still be a problem if the extents are too large. Extension ഭയങ്കര ഒത്തിരിയാണെങ്കിൽ internal fragmentation അവിടെ ഉണ്ടാകും. And external fragmentation can become a problem as extents of the varying size allocated and allocated.